നമസ്കാരം. ആധുനിക കാലഘട്ടത്തിലെ ആഡംബര ബസ്സുകളിലൊക്കെ തന്നെ ബസ്സിൻ്റെ സീറ്റുകൾക്ക് അടിയിലായി ലഗേജ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും തന്നെ യാത്ര ചെയ്യുമ്പോൾ സൂട്ട് കേസും വലിയ ബാഗുകളും എല്ലാം തന്നെ സൂക്ഷിക്കുന്നത് ഈ ഒരു ലഗേജ് കമ്പാർട്ട്മെൻറ്റിലാണ്. അത് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പാർട്ട്മെൻറ്റാണ്. അവിടെ ഒരു കൊച്ചു കുട്ടിയെ ഒരു പെട്ടിക്കകത്താക്കി സൂക്ഷിച്ചാൽ എങ്ങനെയിരിക്കും? ഈ സംഭവം കഴിഞ്ഞ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ന്യൂസിലൻഡിൽ നിന്നാണ്. മറ്റാരുമല്ല, ഈ കുഞ്ഞിൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്, 27 വയസ്സുള്ള അമ്മ തന്നെയാണ് കുഞ്ഞിനെ സൂട്ട് കേസിലാക്കി ഈ ലഗേജ് കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിരുന്നത്. നമുക്ക് ഒരുപക്ഷെ ആദ്യം കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും തോന്നുകയില്ല, അത്രയ്ക്ക് വിചിത്രമാണ് ഈ സംഭവം. എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഈ കുഞ്ഞിനെ സൂട്ട് കേസിലാക്കി അവിടെ കൊണ്ട് വെച്ചത് എന്ന് ആർക്കും ഇനിയും മനസ്സിലായിട്ടില്ല. ദീർഘദൂര യാത്രക്കിടയിൽ ബസ് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വിശ്രമത്തിനായി നിർത്തിയപ്പോൾ ഈ ലഗേജ് കമ്പാർട്ട്മെൻറ്റ് ഡ്രൈവർ തുറന്നിരുന്നു. അപ്പോഴാണ് അയാൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സൂട്ട് കേസ് അനങ്ങുന്നതായി അയാൾക്ക് തോന്നി. വല്ലാതെ പരിഭ്രാന്തരായ അയാൾ തൻ്റെ സഹപ്രവർത്തകരെ വിളിച്ചതിന് ശേഷം അടിയന്തരമായി പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് രംഗത്തെത്തുന്നു. ഈ സൂട്ട് കേസ് അവർ തുറന്നു നോക്കുന്നു. തുറക്കുമ്പോൾ അവർ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ഒരു കൊച്ചുകുട്ടി, ഒരു 2 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചുകുട്ടി ആ ബാഗിനകത്ത് ഒരു നാപ്കിനിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ബാഗിൻ്റെ ഉടമ ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ സ്ത്രീയാണ് ഈ കുഞ്ഞിനെ ബാഗിലാക്കി ഇവിടെ വെച്ചത് എന്ന് മനസ്സിലായത്. എന്ത് കാരണത്താലാണ് അവരിത് ചെയ്തതെന്ന് ഇനിയും വ്യക്തമല്ല. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം കുഞ്ഞ് സൂട്ട് കേസിനകത്തിരുന്ന് ഈ ലഗേജ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് വിദഗ്ധരെത്തി കുഞ്ഞിനെ പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, കുഞ്ഞിൻ്റെ ശരീരം വല്ലാതെ ചൂടായിരിക്കുന്നു എന്നാണ്. കാരണം ഈ ഒരു സൂട്ട് കേസിനകത്താക്കി വീണ്ടും ലഗേജ് കമ്പാർട്ട്മെൻറ്റിനകത്ത് വെച്ച് പൂട്ടി യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികം കുഞ്ഞിന് എന്തെങ്കിലും ദുരന്തം സംഭവിക്കാതായത് ഭാഗ്യം എന്ന് വേണം കരുതാൻ. ഏതായാലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഈ അമ്മയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇവർ കുറച്ച് നാൾ മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് മടങ്ങിയെത്തിയ ഒരാളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കുഞ്ഞിനെ സൂട്ട് കേസിലാക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ഇവിടെ വരുന്ന ചോദ്യം. ശരിക്കും ഈ കുഞ്ഞ് ഇവരുടെ തന്നെ കുഞ്ഞാണോ എന്നുള്ളത് സംബന്ധിച്ചും ഒരുപക്ഷെ പോലീസ് അന്വേഷണം നടത്തിയേക്കും. സ്വന്തം കുഞ്ഞാണെങ്കിലും മറ്റുള്ളവരുടെ കുഞ്ഞാണെങ്കിൽ പോലും ഇത്രയും നിരുത്തരവാദപരമായി, ഇത്രയും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഒരു കുഞ്ഞിനെ സൂട്ട് കേസിലാക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ മറ്റു ചില വാർത്തകൾ കാണാറുണ്ട്. ചില ആളുകൾ അവരുടെ ശത്രുക്കളെ വകവരുത്തിയതിന് ശേഷം സൂട്ട് കേസിലാക്കി അവരുടെ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ട് നടക്കുന്നതായി പലപ്പോഴും നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. ഒരു മലയാളിയായ വനിതാ ഡോക്ടർ പോലും ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായ കുറ്റത്തിൽ ഒരിക്കൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ജീവനോടെ ഒരു കുഞ്ഞിനെ സൂട്ട് കേസിനകത്താക്കി എന്തുകൊണ്ട് ഇവർ യാത്ര ചെയ്തു എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. ഏതായാലും പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയപ്പെടുന്നത്. വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള അണിയറ കഥകൾ എന്താണ് എന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മാത്രമല്ല, പോലീസ് അധികൃതർ പറയുന്നത് ഈ ബസ്സിലെ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചെയ്തത് അങ്ങേയറ്റം നല്ലൊരു കാര്യമാണ് എന്നാണ്. ഒരുപക്ഷെ ഇവർ ഈ ബാഗ് അനങ്ങുന്നത് ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യാത്ര അവസാനിക്കുമ്പോഴേക്കും ഈ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്ദി പറയേണ്ടത് ആ ഡ്രൈവറിനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുമാണ് എന്നാണ് പോലീസ് അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്.